100%. ഫസ്റ്റ് ഹാഫ് അടിപൊളി, കാരണം നല്ല കോമഡി ഉണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. സെക്കൻഡ് ഹാഫ് വേറൊരു പാറ്റേണിലാണ്. അത് സജിൻ മമ്പാട്ടിന്റെ ഒരു ക്രിയേറ്റീവ് സൂപ്പറായി. ആക്ഷൻ സീൻസ് ഒക്കെ സൂപ്പർ, ഗംഭീര ഫൈറ്റ് സീനൊക്കെ ഒന്നും പറയാനില്ല, ഗംഭീരായിട്ടുണ്ട്. സാഗർ തൂക്കിയ സൂപ്പർ സൂപ്പർ. ആയോ എല്ലാവരും തൂക്കിയിരിക്കണം, എല്ലാവരും സൂപ്പർ സൂപ്പർ. അടിപൊളി ക്യാമ്പസ് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അത്. നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറയേണ്ടത്, ഞാൻ വരുന്ന സമയത്ത് ഭയങ്കര പ്രിപ്പയർഡ് ആയിരുന്നു. അത്യാവശ്യം ടെൻഷനൊക്കെ ആയിട്ടാണ് വന്നത്. എന്നാലും വന്നിട്ട് ഇമോഷണൽ ആവുന്നതൊക്കെ എനിക്ക് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കണ്ട് കഴിഞ്ഞ പിന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അത്രയും സന്തോഷമുണ്ട്. എന്താ പറയുക, ഇങ്ങനെ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് വർഷമായിട്ട് ഞാനിങ്ങനെ സ്വപ്നം മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് റിയാലിറ്റിയിലേക്ക് വന്നപ്പോൾ ഭയങ്കര സന്തോഷം. നായികയായിട്ടുള്ള ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഇപ്പോൾ ഓഡിയൻസ് ആണെങ്കിലും ഓരോ ആൾക്കാർ പെർഫോമൻസിനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരും ഹാർഡ് വർക്ക് ആൾക്കാർ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ തന്നെ മിസ് ചെയ്യാണ്ടിരിക്കുക. തിയേറ്ററിൽ തന്നെ മാക്സിമം എന്തായാലും കാണുക. എല്ലാവർക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എല്ലാ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സും ഉള്ള സിനിമയാണ്. നിങ്ങളെല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഈ ആദ്യമായിട്ട് ഒരു തല നമ്മളെ മുഖം കണ്ണാടി നോക്കുന്നതിൻ്റെ പകരം ഫ്രെയിമിൽ കാണുമ്പോൾ സുഖമുണ്ടല്ലോ. അത് ആർട്ടിസ്റ്റുകൾക്കും കഴിവുള്ള കലാകാരന്മാർക്കൊക്കെ ഭയങ്കര ഫീലാണ്. നിങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ ആ ഫീല് മനസ്സിലാവും. ഫൈറ്റ്, അത്യാവശ്യം ഫൈറ്റ് ഉണ്ട്, നല്ല പ്രേമമുണ്ട്. ക്യാമ്പസിലുള്ള പ്രേമം, പ്രണയം, ഫാമിലി എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിട്ടുള്ള ഒരു മൂവി. അടിപൊളിയായിരുന്നു. ഫൈറ്റിന് വേണ്ടിയിട്ട് കുറെ ട്രെയിൻ ചെയ്തിട്ടുണ്ടോ? ലൊക്കേഷനിൽ വന്നാലും മനസ്സിലാവും. അത് എഫോർട്ടായിട്ട് 2 ദിവസമൊക്കെ വർക്കില്ലാണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കയറി അടിപൊളിയായിട്ട് വരട്ടെ. ത്രൂ ഔട്ട് ഇതിൽ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പടമാണ്. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തിയേറ്ററിൽ ഫസ്റ്റായിട്ട് വാച്ച് ചെയ്യുന്ന പടമാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്. ഒത്തിരി പേരുടെ എഫോർട്ടുള്ള ഒരു പടമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ എല്ലാവരും അത് മാത്രമേ പറയാനുള്ളൂ. ഓരോ ആർട്ടിസ്റ്റിനും കിട്ടുന്ന ഏറ്റവും വലിയ ആദ്യത്തെ അപ്രിസിയേഷൻ ആണ് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഇമോഷൻസും കരച്ചിലും ശരിയൊക്കെ. അതൊക്കെ അതിന്റെ അതിന്റെ പീക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യും. അത് പറഞ്ഞാൽ ഓരോ കയ്യടിയും അത്രയും നമുക്ക് സന്തോഷം തരുന്ന ഓരോ കാര്യങ്ങളാണ്. അത് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു നമ്മളെ കാണുമ്പോൾ ആൾക്കാർ കൈയടിക്കുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും കാണുമ്പോൾ അത്രയും സന്തോഷം. ഇനിയിപ്പോ കോളേജ് സിനിമകൾ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ഇപ്പൊ ഈ അടുത്താണെങ്കിലും പ്രകമ്പനം വളരെ ഹിറ്റായിട്ട് മാറിയതാണ്. അതിൽ അമീനുണ്ട്, സാഗറും ഉണ്ട്. അതെ, ഇതിൽ അവർ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അതും ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. ആൾക്കാർക്ക് അവരത്രയും സ്നേഹമായിട്ട് അതിലിരുന്നിട്ട് പ്രകമ്പനത്തിൽ ഇരുന്നിട്ട് ഇതിൽ അത്രയും ശത്രുക്കളായിട്ടാണ് വരുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു ഫാക്ടർ ഉള്ളൊരു സംഭവമാണ്. ഈ കോളേജ് പടത്തിൽ സാധാരണ ഇങ്ങനെ ഫുള്ള് കോളേജ് കാണിക്കില്ല. പക്ഷെ ഇത് ഫസ്റ്റ് ഇയർ തൊട്ട് 3rd ഇയർ വരെയുള്ള കോളേജ് കംപ്ലീറ്റ് കോളേജിലാണ് കാണിച്ചത്. കേട്ടിട്ടും കണ്ടിട്ടും എല്ലാം തോന്നുന്നില്ല. വളരെ നല്ലൊരു അഭിപ്രായമായിട്ടാണ് തോന്നിയത്. ആ ഫൈറ്റ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ലേഗില്ലാതെ നമുക്ക് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫൊക്കെ ഒരു ലേഗില്ലാതെ നമ്മളങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നില്ല. വളരെ നല്ല തൃപ്തി തോന്നി. പല കണ്ട് ഇറങ്ങിയപ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മൾ പൈസ പോയിന്നില്ല, ആ ഒരു വിഷമം തോന്നില്ല. നല്ല തൃപ്തി തോന്നി. മേക്കിംഗ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഒരു മറ്റുള്ളൊരു ഇതിനായിട്ടൊരു കോപ്പി അങ്ങനത്തെ സംഭവമൊന്നും തോന്നിയില്ല. വളരെ നല്ലൊരു അടിപൊളി സംഭവമായിട്ട് തോന്നി. ടെറർ വില്ലന്മാരായിട്ട് അഭിനയിക്കാൻ കഷ്ടപ്പെട്ടായിരിക്കും. ഇല്ല അങ്ങനെ ഉണ്ടായില്ല, സിമ്പിളല്ലേ. എല്ലാവരും പടം കാണണം, നിങ്ങൾ കാണുന്ന കുറേ ആൾക്കാരുണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്. എന്തായാലും ഞാൻ ഇപ്പൊ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പടം കാണുന്നു. താങ്ക് യു. ക്യാമ്പസ് ഓറിയന്റഡ് ആയിട്ടുണ്ട്. അടിപൊളി ഫൈറ്റ് സീനുണ്ട്, ഇമോഷണൽ ടച്ച് ഉണ്ട്, പിന്നെ കുറെ സോങ്സ് ഉണ്ട്. ഒരു തല്ലുമാലയൊക്കെ പോലെ വൈബ് കൂടം എന്ന് പറയാൻ പറ്റുമോ? കൊള്ളാം, എല്ലാവരും വന്ന് കാണും. പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ ഈ സിനിമ അതൊരു ഇഷ്ടം തിയേറ്റർ വാച്ച് പടമാണ്. കുറേ ഇവൻസും പരിപാടിയൊക്കെ നല്ല നല്ല വീഡിയോ പരിപാടി എല്ലാം നമ്മൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. നമ്മൾ വൃത്തിയാക്കിയാണ് നല്ലോണം
സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്തായിരുന്നു? കൂടുതൽ പാട്ടുകളുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. ഭയങ്കര ഹാപ്പി. നല്ല സിനിമയാണ്, എല്ലാവരും പോയി കാണാം, അഭിപ്രായം ഷെയർ ചെയ്യും. താങ്ക് യു. നല്ല മൂവിയാണ്. ഞങ്ങളുടെ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടമാണ്, കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്, സൂപ്പർ. എല്ലാവരും നന്നായി തകർത്ത് അഭിനയിച്ചത്, സൂപ്പർ. എല്ലാവർക്കും കാണാൻ പറ്റും. ഏതാ പടം കണ്ടേ? കണ്ടോ ചോദിച്ചു. കണ്ടവരുടെ അഭിപ്രായം കിട്ടിയിട്ട് അതിന്റെ സന്തോഷമാണ് എന്റെ മുഖത്തുള്ളത്. ഓക്കെ, താങ്ക്സ്. അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ എനിക്ക് ഈ ടീമിന്റെ കൂടെ പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളൂ. ഞാനിപ്പോ മറ്റു ടീമിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ തുടർ പഠനം എന്താ പറയുക ഭാഗ്യമില്ലാതെ പോയ ഒരാളാണ്. പഠിക്കാൻ കഴിവില്ലായിട്ടില്ല, സാഹചര്യം അതായിരുന്നു. പക്ഷെ കോളേജ് ലൈഫ് എന്താണ് ആ ഒരൊറ്റ മാസത്തെ ഷൂട്ടോട് ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞ് ഇതിന് ഡബിന് പോയപ്പോൾ ആണ് ഞാൻ ഈ പടത്തിൻ്റെ അകത്ത് കോളേജ് ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്ത ആളുകളുടെ എല്ലാ ഭാഗങ്ങളും അവരുടെ എല്ലാ ലൈഫ് സ്റ്റൈലും ഇതിനകത്തുണ്ട്. അത് പോയ കാലത്തായാലും പുതിയ കാലത്തായാലും ഒക്കെ ക്യാമ്പസിൽ പോയിട്ടുള്ള ആളുകൾ തിയേറ്ററിൽ പോയി തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയുന്നത്. വളരെ നന്നായിട്ട് സച്ചിനും ടീം അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പിള്ളേർ സ്റ്റാറുകളോടൊപ്പം ഒരു അധ്യാപകനായിട്ട് നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കരുതും. എൻ്റെ 5ാമത്തെ മൂവിയാണ് മലയാള സിനിമയിൽ. ഒരു 5 പടത്തിൽ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു. സന്തോഷം.